തുടർ നടപടികളുമായി പോവുക തന്നെ ചെയ്യും. അതിൽ അപാകതയില്ല. അങ്ങനെയാണോ? ആ ഭൂമി 50 വർഷമായിട്ട് ഒരു വ്യക്തിയുടെ കയ്യിലിരുന്നതാണ്. ജോർജ് മേടിച്ചിട്ട് 10-15 വർഷമായിട്ടുള്ളൂ. അതിന്റെ ക്രയവിക്രയങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. അത് കോടതിയിലുള്ള കേസാണ്. കോടതിയിലുള്ള കേസ് ആര് ജയിച്ചു തോറ്റു എന്നുള്ളതല്ല. അത് ബാക്കിയുള്ള നടപടിക്രമം ഗവൺമെന്റ് തന്നെ ചെയ്യേണ്ടതല്ലേ? അല്ലല്ല, ആര് ജയിച്ചു തോറ്റു എന്നുള്ളത് എങ്ങനെയാണ് ഒരു ചെറിയ കാര്യമാവുക? ഇത് നിങ്ങളുടെ സർക്കാരുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ലേ? നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? കോടതി സ്വമേധയാ ഒരു തീരുമാനമെടുത്തതല്ല. ഇതിലെ ജയപരാജയങ്ങൾ വളരെ പ്രധാനമാണ്. ശ്രീ കെ കെ വിജയൻ, കോടതിയിലുള്ള കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ. കോടതിയിലുള്ള കാര്യമല്ല, കോടതി വിധിച്ച കാര്യമാണ്. നേതാക്കന്മാരോ അല്ലെങ്കിൽ ഇവിടുത്തെ സർവകക്ഷി യോഗത്തിന് പോയ ആളുകളല്ലല്ലോ അത് തീരുമാനിക്കണ്ടേ? ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ജോർജിന്റെ സ്ഥലത്ത് തുടർ നടപടികൾ സർക്കാർ എടുത്താൽ നിങ്ങൾ അവിടേക്ക് സമരവുമായി, പ്രതിഷേധവുമായി, എതിർപ്പുമായി വരുമോ ഇല്ലയോ? കോടതി വിധിക്ക് എതിർപ്പുമായിട്ടൊന്നും ഞങ്ങൾ വരാൻ ഉദ്ദേശിച്ചിട്ടില്ല, തീരുമാനിച്ചിട്ടുമില്ല. അത് ഹൈക്കോടതി വിധിയല്ലേ. അത് ഗവൺമെന്റ് ഏത് രീതിയിൽ നടപ്പിലാക്കുമോ അതിന് വേറെ കോടതികളൊക്കെ ഉണ്ടല്ലോ. മനസ്സിലായില്ല. വേറെ കോടതികളുണ്ടല്ലോ എന്ന് വെച്ചാൽ അപ്പീൽ പോവാം. കക്ഷികൾക്ക് വേണമെങ്കിൽ അപ്പീൽ പോവാം. അല്ല, കക്ഷികളുടെ സാധ്യതയെ പറ്റി താങ്കൾ പറയണ്ട. കക്ഷികളുടെ സാധ്യതയെ പറ്റി പറയണ്ട. കക്ഷികളുടെ സാധ്യതയെ പറ്റിയല്ല, സർക്കാരിന്റെ സാധ്യതയെ പറ്റി പറയൂ. ജോർജിന്റെ 22 സെന്റ് സ്ഥലത്തെ പറ്റി ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾ മൂന്നാർ പ്രദേശത്ത് ഇടുക്കി ജില്ലയിലെ കുത്തകപ്പാട്ടം പുതുക്കി നിരവധി ആളുകളുണ്ട്. അവരുടെ കുത്തകപ്പാട്ടം പുതുക്കി കൊടുക്കണം എന്നുള്ള നിവേദനമാണ് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. അതിന് അനുകൂലമായ തീരുമാനം മാറി. എന്നാൽ ഇനി ആ കാര്യത്തിലേക്ക് വരാം. അതിൽ റവന്യൂ വകുപ്പിന്റെ ഒരു നിലപാടുണ്ട്. എന്താണ് ആ നിലപാടെന്ന് താങ്കൾക്കും അറിയുന്നതാണ്. ഈ ഒരു നിമിഷം, ടാറ്റ കൊടുത്ത ഈ പറയുന്ന സ്ഥലത്ത് ഈ കുത്തകപ്പാട്ട പ്രകാരത്തിൽ കൊടുത്തിരിക്കുന്നത് നിയമവിധേയമായി അതിൻ്റെ നികുതി വാങ്ങിക്കോളൂ, തുടങ്ങിയിട്ടുള്ള നടപടികളിലേക്ക് പോയിക്കോളൂ, കരം സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ. പക്ഷേ റവന്യൂ വകുപ്പ് പറയുന്നത് അങ്ങനെ ഒരു യോഗത്തിന് അത്തരമൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല, നിയമ ഭേദഗതിയിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. അങ്ങനെ നിയമ ഭേദഗതിയിലേക്ക് പോയാൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. അപ്പോൾ തെറ്റായൊരു തീരുമാനം എടുത്തിരിക്കുന്നു സർക്കാർ എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഏതായാലും റവന്യൂ വകുപ്പ് മന്ത്രിയെക്കാരും മുഖ്യമന്ത്രി അതിന്ന് തെളിയിച്ചു. പക്ഷേ റവന്യൂ വകുപ്പ് മന്ത്രിയേക്കാൾ വലിയ ആളാണ് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഈ റവന്യൂ വകുപ്പിനെയും റവന്യൂ മന്ത്രിയേക്കാൾ വലുതാണ് VV ജോർജ് എന്ന ഒരു ധ്വനി താങ്കളുടെ മറുപടികളിൽ വരുന്നു. അത് താങ്കളൊന്ന് സൂക്ഷിച്ചാൽ മതി. VV ജോർജ് ഞങ്ങളുടെ മുമ്പിൽ വിഷയമേ. VV ജോർജിന്റെ ഭൂമി കേസ് VV ജോർജ് നോക്കും. പക്ഷെ നിരവധി പ്രശ്നങ്ങൾ മൂന്നാറിലെ ഇതുമാതിരി ഉണ്ട്. ദേവീത് ടെലിഫോൺ ലൈനിൽ തുടരണമെന്ന് ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ AK മണിയും ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ, KPCC വൈസ് പ്രസിഡന്റ്. ശ്രീ AK മണി, താങ്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കരുത് എന്ന കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നതല്ലേ പാർട്ടിയുടെ? എന്തുകൊണ്ടാണ് തുടർ നടപടികളുമായി പോയത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെ ഷാൾ അണിയിച്ച് പ്രകീർത്തിക്കുന്നു? എന്തുകൊണ്ട് ഇന്നും ഈ തീരുമാനം ശരിയാണ് എന്ന നിലപാടെടുക്കുന്നു? താങ്കൾക്ക് ബാധകമല്ലാത്ത നിലപാടുകളാണോ താങ്കളുടെ പാർട്ടിക്കുള്ളത്? ഞാൻ ഈ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ പങ്കെടുത്തത്. KK വിജയൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ആ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് മുഖ്യമന്ത്രി ആ കാര്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് എല്ലാം കൂടി താങ്കൾ കൂടെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണല്ലോ ഇത്. ഇവിടെ പാർട്ടി അംഗീകരിച്ചിട്ടും അനുമതി നൽകിയിട്ടുമാണോ AK മണി പോയി ഈ യോഗത്തിൽ പങ്കെടുത്തത്? അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അന്നത്തെ യോഗത്തിൽ പോയത് പാർട്ടിയുടെ അനുവാദം വാങ്ങിയിട്ടാണ്. പക്ഷേ പാർട്ടി അവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതുതന്നെയാണ് ശ്രീ മണി അവിടെ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇടുക്കി ജില്ലയിലെ മൊത്തം കർഷകരുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കുത്തകപ്പാട്ടവുമായി ബന്ധപ്പെട്ട കൃഷിഭൂമി ഒരുപാട് പ്രദേശത്തും കുത്തകപ്പാട്ടമാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള പ്രശ്നമാണ് എങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് അക്കാര്യത്തിലൊരു നയമുണ്ട്. കർഷകരുടെ കുത്തകപ്പാട്ടം, കാർഷിക ഭൂമി. അതേസമയം ജോർജിന്റെ സ്ഥലം ഇനിയിപ്പോ സർക്കാരിന് ഒഴിപ്പിക്കാമല്ലോ, അതിനോടുള്ള നിലപാട് എന്താണ്? അല്ല, ജോർജിന്റെ സ്ഥലം ഒഴിപ്പിക്കുക ഗവൺമെന്റിനനുസരിച്ച് എങ്ങനെയാണ് ഗവൺമെന്റ് നിലപാട് എങ്ങനെയാണെന്ന് ഞങ്ങൾ നോക്കാം. ജോർജ് വന്ന് കയ്യേറ്റക്കാരനായിട്ട് നിങ്ങൾ ചിത്രീകരിക്കുന്നത് ശരിയല്ല. ആര് പറഞ്ഞാലും ശരി, ജോർജ് ഒരിക്കലും കയ്യേറ്റം ചെയ്യുന്ന ആളല്ല, കയ്യേറ്റം ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം തോമസ് മൈക്കലിനടുത്ത് വില കൊടുത്ത് വാങ്ങിച്ചതായിട്ടുള്ള ഒരു രേഖകളുള്ളപ്പോ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുന്ന ആളാണെന്ന് ചിത്രീകരിക്കുന്നത് ശരിയാണോ, നീതിയാണോ?
അങ്ങനെയാണ് മാധ്യമങ്ങളും നേതാക്കളും പറയുന്നതിനോട്. അതുകൊണ്ട് തെറ്റില്ല. അല്ല, അതുകൊണ്ട് തെറ്റില്ല. ഇനി അതിലെ നിയമവശങ്ങൾ ശരിയായ രൂപത്തിലാണ് പാലിച്ചതെങ്കിൽ തെറ്റില്ലെന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല. ഈ തോമസ് മൈക്കിൾ ഈ പറയുന്ന തരത്തിൽ 2005 VV ജോർജിന് ഈ സ്ഥലം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ VV ജോർജ് അതിൻ്റെ ഉടമസ്ഥത ഉറപ്പിച്ചുകൊണ്ട് ഒരു സ്ഥലത്തും മുന്നോട്ട് പോയിട്ടില്ല. ശ്രീ എ കെ മണി, താങ്കൾക്കും അറിയുന്ന കാര്യമാണിത്. ഇവിടെ റവന്യൂ ഉദ്യോഗസ്ഥർ ഈ തോമസ് മൈക്കിളിനെ വീട്ടിൽ പോയി കണ്ടപ്പോഴാണ് തോമസ് മൈക്കിൾ പറയുന്നത്, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിൽ ഈ ദേവികുളം RDOയ്ക്ക് കത്ത് നൽകിയത് എൻ്റെ പേരിലാണെന്ന് ഞാൻ പിന്നീടാണ് അറിയുന്നത്. ഹർജി കൊടുത്തിരിക്കുന്നത് എൻ്റെ പേരിലാണെന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത്. വക്കാലത്ത് കൊടുത്തിരിക്കുന്നത് എൻ്റെ പേരിലാണെന്ന് ഞാൻ പിന്നീടാണ് അറിയുന്നത്. ഇതിലൊക്കെ എൻ്റെ ഒപ്പ് വ്യാജമായിട്ടിരിക്കുകയാണ്. എന്നിട്ട് എനിക്ക് വരുന്ന കത്തുകളൊക്കെ ഇദ്ദേഹം സ്വീകരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ പേരിൽ തുടർ നടപടികളിലേക്ക് പോവുകയുമാണ്. എന്തിനിങ്ങനെ ഒരു ഒളിച്ചുകളി ഈ VV ജോർജ് കാണിക്കണം? താങ്കൾ ഈ പറയുന്നത് പോലെ കയ്യേറ്റക്കാരനല്ല, ശരിയായ രൂപത്തിലായിരുന്നു ഈ കൈമാറ്റമെങ്കിൽ. ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. VV ജോർജ് കയ്യേറ്റക്കാരനല്ല എന്ന് മാത്രം അറിയാം. VV ജോർജ് കയ്യേറ്റക്കാരനല്ല എന്നറിയാം. അതെന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് വിശദീകരിക്കാൻ അറിയില്ല. ദേവീത് സഹകരിക്കുക. ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, എവിടേക്കാണ് ഈ സർക്കാർ പോകുന്നത്? ഇന്ന് മുഖ്യമന്ത്രി ഈ തീരുമാനമെടുത്തതായി ഇതിൻ്റെ ചേതോവികാരം എന്താകാം? പിണറായി വിജയനെ കുറേയൊക്കെ അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെ പത്രം അദ്ദേഹത്തിന് സഹിച്ചിട്ടുണ്ടാവില്ല വായിച്ചിട്ട്. കാരണം അത്രമാത്രം CPIയെയും റവന്യൂ വകുപ്പിനെയും ഒക്കെ പ്രകീർത്തിച്ചിറങ്ങിയതാണ്. അതുകൊണ്ടാണ് അജണ്ടയിൽ ഇല്ലാത്ത ഒരു വിഷയമായി പെട്ടെന്ന് ഇത് രംഗപ്രവേശം ചെയ്യുന്നത്. ഈ തീരുമാനം അംഗീകരിക്കാമെന്ന നിലപാട് മുഖ്യമന്ത്രി എടുക്കുന്നത്. ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഇത് മോശമായൊരു സന്ദേശം നൽകും, ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒന്നാകും. അത് പക്ഷെ കേൾക്കാതെ പോയി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തി. ആർക്കുള്ള മറുപടി? എന്ത് വിജയമാണെന്ന് പിണറായി വിജയൻ ആഘോഷിക്കുന്നത്? വേണു ഇപ്പോൾ ശ്രീരാമിനെ താമസമില്ലാതെ അവിടുന്ന് മാറ്റുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ ന്യായങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സബ് കളക്ടറായിട്ട് ഇത്ര വർഷമായി പ്രൊമോഷൻ കൊടുക്കേണ്ടതാണ്, നമ്മളിതൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഇന്നലെ ഈ ഹൈക്കോടതി വിധി വരുന്ന ഇടയ്ക്ക് വേണു പറഞ്ഞത് ഗവൺമെൻറ്റിന് അനുകൂലമായ ഒരു വിധിയെന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാമെങ്കിലും ഗവൺമെൻറ് തലപ്പത്തിരിക്കുന്നവർ ഗവൺമെൻറ്റിന് അനുകൂലമായ ഒരു വിധിയായിട്ടല്ല ഇതിനെ കാണുന്നത്. ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വിധിയാണ്, അത് മനസ്സിലാക്കണം. അപ്പോൾ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വിധി അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു അല്പം അപമാനം ഉണ്ടാക്കത്തക്ക രീതിയിൽ, അവമതിപ്പുണ്ടാക്കത്തക്ക രീതിയിൽ വന്ന ഒരു വിധി, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയൊക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയമായ ഒരു 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 നീക്കം എന്നതിനപ്പുറത്തേക്ക് ഞാൻ കാണുന്നില്ല. പക്ഷേ ഇവിടെ വേണു പലരോടും ചോദിക്കട്ടെ, എന്താ ഇത് കൊടുക്കുന്ന സന്ദേശം? അഴിമതി വിരുദ്ധമാണോ എന്നൊക്കെ. ഈ തീരുമാനം ഇന്നത്തെ അജണ്ടയിൽ പോലും ഇല്ലാതെ ശ്രീരാമിനെ ട്രാൻസ്ഫർ ചെയ്യാനെടുത്തൊരു തീരുമാനം, അത് ട്രാൻസ്ഫർ പ്രൊമോഷൻ ആയിക്കൊള്ളട്ടെ, കിക്കിംഗ് ടു ദ അപ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ആ ഒരു തീരുമാനം നൽകുന്ന സന്ദേശം അത് CPIക്കുള്ള സന്ദേശമാണ്. അല്ലാതെ ഇപ്പോൾ ശ്രീരാമിനെ മാറ്റിയതുകൊണ്ട് അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശമൊന്നുമല്ല. അതായത് ഈ ഗവൺമെൻറ്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയെ CPI വല്ലാതെ അവമാനിച്ചു. അദ്ദേഹം വിളിച്ചു കൂട്ടിയ ഒരു യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി ആ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത് അദ്ദേഹത്തിന് പറ്റിയ അവമാനമാണ്. ആ അവമാനത്തിന് തുടർച്ചയായിട്ടാണ് ഹൈക്കോടതിയിൽ നിന്ന് ഈ അവമാനം ഉണ്ടാകുന്നത്. ഇന്ന് വെച്ചാൽ റവന്യൂ മന്ത്രി എന്ന നിലയിൽ ഉള്ള അധികാരം ചന്ദ്രശേഖരൻ എടുത്താൽ ഈ IAS IPS എല്ലാവരുടെയും ചുമതല മുഖ്യമന്ത്രിയിലാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അധികാരം എടുക്കും. നേരത്തെ ഇപ്പോൾ ശ്രീ ശിവരാമൻ പറഞ്ഞാൽ ഇതൊരു ഭരണപരമായ കാര്യമാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ സെൻകുമാറിനെ ഒഴിവാക്കിയത് ഭരണപരമായ ഒരു തീരുമാനമായിരുന്നു, മറ്റൊരാളെ കൊണ്ടുവന്ന ഭരണപരമായ ഒരു തീരുമാനമായിരുന്നു. പക്ഷേ അതിനെ എതിർക്കാൻ പാടില്ലെന്ന ശ്രീ ശിവരാമൻ പറഞ്ഞത്. പക്ഷേ കോടതിയിൽ അത് പോയി, സുപ്രീം കോടതിയിൽ പോയി ഈ ഭരണപരമായ തീരുമാനം തിരുത്താൻ ഗവൺമെന്റ് നിർബന്ധിതമായി എന്നുള്ളത്. അപ്പോൾ ഇന്ന് പിണറായി വിജയനോ അല്ലെങ്കിൽ ഗവൺമെന്റോ മാത്രമല്ല സാർ, ഒരു കാര്യം കൂടി, 2 മാസം കൂടിയുണ്ട് ഈ പറയുന്ന നടപടികൾ പൂർത്തിയാക്കാൻ ശ്രീറാമുമായി ബന്ധപ്പെട്ട്. ഇത് തിടുക്കപ്പെട്ട് ചെയ്യുകയാണ്. ഞാൻ അതിലേക്ക് അതിനു മുമ്പായിട്ട് ഒരു വാക്ക് വേണ്ട അതിലേക്ക് വരികയാണ്. അതായത് ഈ തീരുമാനത്തിലൂടെ ശ്രീ പിണറായി വിജയൻ അല്ലെങ്കിൽ CPM പാർട്ടി CPI കൊടുക്കുന്നൊരു വലിയ സന്ദേശമുണ്ട്. ഇവിടെ നിൽക്കുക, ഈ ലക്ഷ്മണരേഖകൾ വരച്ചിരിക്കുന്നു, ഈ ലക്ഷ്മണരേഖയ്ക്ക് അപ്പുറത്തേക്ക് വന്നാൽ കളി മാറും. അതായത് ഇപ്പം നേരത്തെ വാഴക്കൻ ചോദിച്ചു 4 മന്ത്രിമാരുണ്ട്, അവരിറങ്ങി വന്നുകൂടെ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇന്ന് 4 മന്ത്രിമാർ ഈ തീരുമാനത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് താഴെ വീണു, അല്ലെങ്കിൽ ഇന്നത്തെ ഗവൺമെൻറ് രാജിവെക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. നമ്മുടെ ഇവിടെ കേരളത്തിലെ അത് LDF ആയാലും UDF ആയാലും
ദീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് എല്ലാ ക്യാബിനറ്റ് തീരുമാനങ്ങളും ഏകകണ്ഠമായിട്ടാണ് വരിക. അല്ലെങ്കിൽ അവിടെ വിയോജിപ്പ് കൊടുക്കാനൊക്കെ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ പോലും ഇതുവരെ എൻ്റെ അറിവിൽ ഒരു ഇല്ല. അല്ല, ഞാൻ പറഞ്ഞ പ്രൊവിഷൻ്റെ അല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ അറിവിൽ ഇതുവരെ ഒരു വിയോജിപ്പോടുകൂടി അല്ലെങ്കിൽ ഭൂരിപക്ഷ തീരുമാനപ്രകാരം തീരുമാനങ്ങൾ വരുന്നില്ല. അപ്പോൾ ആ ഒരു സെക്കൻഡ് വിയോജിപ്പോടുകൂടി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ലാവ്ലിന്റെ കാര്യത്തിൽ ഈ പറയുന്ന പ്രോസിക്യൂഷൻ അനുമതി എന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ എന്തായാലും അനുമതി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോഴാണല്ലോ നിർണായകമായ ഒരു പ്രയോഗം കോടിയേരി നടത്തുന്നത്. നാം എല്ലാവരും കൂടി ഇവിടെ ചേർന്നിരിക്കുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അഴിയടിക്കാനാണ്. ജോസഫ്, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മിനിറ്റ്സിൽ ഇത് എല്ലാം ഏകകണ്ഠമായ തീരുമാനമായിട്ട് വരിക. ഇന്നിപ്പം 4 മന്ത്രിമാർ അതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച് പുറത്തൊന്നും വരണ്ട, വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ തന്നെ അതൊരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി. ആ ഒരു വളരെ അനുകൂലമായ സാഹചര്യം അദ്ദേഹം മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് CPIക്ക് ഒരു ശക്തമായ അനുകൂലമായ സാഹചര്യമാണെന്ന് കരുതാൻ കഴിയില്ല. കാര്യം കൊണ്ട് പറഞ്ഞോട്ടെ, ഇത് അനവസരത്തിലാണെന്ന് പറയുമ്പോൾ ഇത് മറ്റാരുടെയും പ്രതിച്ഛായല്ല പോകുന്നത്. ഈ ഗവൺമെന്റ് സ്ഥിരമായിട്ട് കോടതിയിൽ നിന്ന് തട്ട് വാങ്ങിക്കുന്നു. അതിന്റെ പേരിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കും. ഇത് അനുകൂലമായ തീരുമാനമല്ലേ? അതെങ്ങനെയാണ് അനുകൂലമാകുന്നത്? വീണ്ടും തർക്കിക്കാതെ ഇത് ഗവൺമെന്റിനെതിരായ തീരുമാനമാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. കാരണം 22 സെന്റ് ഏറ്റെടുക്കാൻ ഗവൺമെന്റിന് താല്പര്യമില്ല. അത് റവന്യൂ മന്ത്രിക്കാണ് താല്പര്യം, അല്ലെ CPIക്ക് താല്പര്യം. ഗവൺമെന്റിനെതിരായിട്ടൊരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ തീരുമാനം നടപ്പാക്കാൻ ഇനി ശ്രീറാം അവിടെ ഇരുന്ന് ഈ തീരുമാനം കൂടെ നടപ്പാക്കിയിട്ട് ഞങ്ങളെങ്ങനെ കൂടുതൽ നാണം കെടുത്തുണ്ടായെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനമാണ്. ഇതിലൂടെ സംഭവിച്ചിരിക്കുന്ന വാസ്തവത്തിൽ ഗവൺമെന്റിന് ഒരു മാസം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ മാറ്റിയാൽ ഇന്ന് ഈ ചർച്ചയിൽ നിന്ന്, അല്ലെങ്കിൽ ഇത് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ കാണുന്നു നമുക്കറിയാം. ആ ജനങ്ങൾ ആ കാണുന്നതിൽ നിന്ന് ഈ ഗവൺമെന്റ് രക്ഷപ്പെടാൻ പറ്റും. ഈ ഗവൺമെന്റിന് പലപ്പോഴും പ്രായോഗിക ബുദ്ധി ഇല്ലേ എന്ന സംശയം ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ KK ശിവരാമൻ, ഞാൻ ഈ മന്ത്രിമാർക്ക് എന്തൊക്കെ കഴിയുമായിരുന്നു എന്ന് ശ്രീ വാഴക്കനും ഉന്നയിച്ച വിമർശനത്തിനുള്ള മറുപടി താങ്കളിൽ നിന്ന് തേടുന്നതിന് മുൻപ് ഒരു കാര്യം ചോദിക്കുന്നു. മുഖ്യമന്ത്രിയെ നിങ്ങൾ പ്രകോപിപ്പിച്ചു. നിങ്ങൾ അന്നത്തെ ആ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായില്ല. അത്